ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا بالتوراة والإنجيل بالقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് വിലയ്ക്ക് വാങ്ങുകയാണ്. സത്യവിശ്വാസികളോട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന് വിലയിടുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ തരാം, പകരം നിങ്ങൾ തരേണ്ടതെന്നാ അംഫുസഹും വ അംവാലഹും, നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ സ്വന്തം സമ്പത്തും പകരം കൊടുക്കുമോ? ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു പകരം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് സ്വർഗത്തിന് വിലയിടുക. അല്ലാഹ് പറയുന്നു ഇന്നല്ലാഹ ഇശ്തറ. ഇവിടെ നോക്കി, ഞാൻ പറയുന്ന ഖുർആനാണ്, മനസ്സിലാകണം. ഇന്നല്ലാഹ ഇശ്തറ, ഇന്നല്ലാഹ ഇശ്തറ. ഇശ്തറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിലയ്ക്ക് വാങ്ങിക്കുക. അല്ലാഹ് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അല്ലാഹ് അങ്ങോട്ട് തരും സ്വർഗം, ഇങ്ങോട്ട് തിരിച്ചെന്താ? പണ്ടൊരു ബാർട്ടർ സമ്പ്രദായമുണ്ട്. അരിയും മുളകും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് പഞ്ചസാര വേണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. പണ്ടത്തെ ക്രയവിക്രയം അങ്ങനെയാണ്, നാണയം ഇറങ്ങുന്നതിന് മുമ്പ്. ഇവിടെ അല്ലാഹ് പറയാണ്, ഖുർആൻ സൂറത്ത് തൗബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, പകരം നിങ്ങൾ എന്ത് തരണം? പകരം നിങ്ങൾ എന്ത് തരണം? ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, സ്വന്തം ശരീരം, വ അംവാലഹും, സമ്പത്ത്. ശരീരവും കൊടുക്കണം, ഈ ശരീരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും കൊടുക്കണം. ആരൊക്കെയുണ്ട് തയ്യാർ? ശരീരം കൊടുക്കാൻ തയ്യാറുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായിട്ട് തേച്ച് മിനുക്കി യാർലിയുടെ പൗഡറൊക്കെ ഇട്ട് സഹോദരിമാർ തയ്യാറുണ്ട്? ഇത്രയും നന്നായിട്ട് കാവേരിയും ഫേറാൻലൗലിയൊക്കെ തേച്ച് മുഖം മിനുക്കി വെച്ചിരിക്കുന്ന ഈ ശരീരം അള്ളാന്റെ ഇതേവരെ കാണാത്ത സ്വർഗത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ പറ്റുമോ? അംഫുസഹും, സ്വന്തം ശരീരത്തെ കൊടുക്കണം. കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം സൗരങ്ങളെ. പോയാ ദുനിയാവല്ലേ, കിട്ടിയാ സ്വർഗമല്ലേ. പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദുനിയാവല്ലേ. ആ ദുനിയാവിൽ എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കറിയാത്തത്? ആർക്കാ അറിയാവുന്നത്? സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോകത്ത് നിന്ന് ജീവിതം പോകുമ്പോ ഈ ശരീരമാണ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം, അതിന് പകരം വെക്കാം, വേറെന്താ ഉള്ളത്? ഈ ദുനിയാവ് നഷ്ടപ്പെടുന്നതല്ലേ, സ്വപ്നങ്ങളെല്ലാം തകർന്ന് ചാമ്പാരമാകുന്നതല്ലേ, കൂമ്പാരമാകുന്നതല്ലേ. നിൽക്കടിച്ചിടേ ചോദ്യം, ഈ ദുനിയാവിൽ സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുമ്പോ ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. സഹോദരങ്ങളെ, ഈ കേരളത്തിന്റെ ഇങ്ങേറ്റത്തൊരു വിമാനത്താവളം, ഇതിന്റെ അങ്ങേറ്റത്ത് മറ്റൊരു വിമാനത്താവളമുണ്ട്, മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞാൻ പോയിറങ്ങുന്നത് അവിടെയാണ്, വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു. അങ്ങകലെ ദുബൈയിൽ നിന്ന് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ, തന്റെ മകനെ കാണാൻ. എന്റെ സഹോദരങ്ങളെ, വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ദുബൈയിൽ നിന്ന് വിമാനം പൊങ്ങിയുയർന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിലേക്ക് മക്കള് കാത്തു നിൽക്കുന്നു. 5 വർഷമായി കടന്നുപോയ ഉപ്പയെ കാത്ത്, ഉമ്മയെ കാത്ത്, വാപ്പയെ കാത്ത്, കൺമണികളെ കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വാജ്പേയി വിമാനത്താവളത്തിന്റെ മംഗലാപുരം വിമാനാപകടം നടക്കുമ്പോ എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പറയണമെന്ന് കരുതിയതല്ല. ഈ എയർപോർട്ടിന്റെ കത്തിക്കിളക്കുന്ന അഞ്ഞുവിളക്ക് കാണുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ 6 വയസ്സുള്ള മോൻ കാത്തു നിൽക്കുന്നു. വാപ്പ ഇതേവരെ ആ മകനെ കണ്ടിട്ടില്ല. ഉമ്മ പ്രസവിച്ചത് വാപ്പ പോയി 3 മാസത്തിന് ശേഷം. കൺമണിയെ കണ്ടിട്ടില്ല. 6 വയസ്സുള്ള മോൻ ഇതേവരെ കാണാത്ത വാപ്പയെ കാത്തു നിൽക്കുന്നു. അതല്ല ഏറ്റവും വലിയ പ്രശ്നം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കാത്തു
നിൽക്കുകയാണ് തന്റെ വാപ്പയെ. 21 വയസ്സിന്റെ ഇടയിൽ അവന്റെ വാപ്പയെ കണ്ടിട്ടില്ല, അവന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. അവന്റെ ഉപ്പയുടെ മുഖം എന്തെന്നറിയില്ല. ഉമ്മ പറഞ്ഞു നല്ല വെളുത്ത മുഖമുള്ള ഉപ്പ, കട്ടിമീശയുള്ള ഉപ്പ, കാണാൻ സുന്ദരനായ ഉപ്പ. 21 വർഷക്കാലമായി ആ പൊന്നുമോൻ തന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ഭാര്യ ഗർഭിണിയായതിനു ശേഷം ദുബൈയിലെ ബഹരാരണ്യത്തിലേക്ക് പാടുപെടാൻ പോയ ഒരു മനുഷ്യന് 21 വർഷം അയാൾ ദുബൈയിൽ കുടുങ്ങിക്കിടന്നു. അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. 21 വർഷത്തിന് ശേഷമാണ് വിസ ശരിയാക്കി വരുന്നത്. സഹോദരങ്ങളെ, അറബിയുടെ ഒട്ടകങ്ങളെ മേച്ച് നടന്ന ജീവിതത്തിന്റെ യാതനകൾ കടന്നുപോയ മനുഷ്യന് ഗൾഫ് മലയാളികളുടെ ജീവിതം ഘട്ടമാണ്, പ്രവാസികളുടെ ജീവിതം ഘട്ടമാണ്. അത് അടുത്തറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവർക്കെതിരെ നന്ദികേട് കാണിക്കാറുണ്ട്. അള്ളാഹു ഗൾഫിൽ കെട്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഈ നാട്ടുകാരുണ്ട്. എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്ന എത്രയോ സഹോദരങ്ങൾ. അവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 21 വയസ്സായ മകൻ ഉപ്പയെയും കാത്തിരിക്കുമ്പോ 21 വയസ്സായ തന്റെ മകനെ കാണാൻ വാപ്പ കാത്തിരിക്കുന്നു. ശൂന്യാകാശത്തിന്റെ വിമാനത്ത് മകൻ കാത്തു നിൽക്കുന്ന എയർപോർട്ടിന്റെ മുറ്റത്ത് വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിൽ വിമാനമെത്തി. എല്ലാവരും താടക്കെന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. പക്ഷേ സഹോദരങ്ങളെ റൺവേ കാണുമ്പോൾ ആ ഉപ്പയുടെ മനസ്സ് തുടികൊട്ടുകയല്ലേ. എന്റെ 21 വർഷം കഴിഞ്ഞ് എന്റെ നാട് കാണാൻ പോകുന്നു, എന്റെ ഭാര്യയെ കാണുന്നു, എന്റെ കൺമണിയുടെ മുഖം കാണാൻ പോകുന്നു. പക്ഷേ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിലെത്തുമ്പോ പെട്ടെന്ന് എവിടെയോ ഒരു അഗ്നിസ്ഫുലിംഗം ചിതറുന്നത് പോലെ, എവിടെയോ ഒരു തീപിടുത്തം പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ, ശൂന്യാകാശത്തിലൊരു വിമാനം കത്തിയെറിയുമ്പോ 21 വയസ്സമായിട്ട് കാണാത്ത വാപ്പ ആകാശത്തൊരു കരിക്കട്ടയായിട്ട് ചെറുന്ന് വീടുമ്പോ അപ്പുറം നിൽക്കുന്ന മകനറിയുന്നില്ല തന്റെ വാപ്പ കത്തിക്കരിയുകയാണെന്ന്. വാപ്പയെയും കാത്തിരിക്കുന്ന ഓമന മകനറിയുന്നില്ല തന്റെ വാപ്പ അവിടെ കിടന്ന് കത്തിക്കരിയുകയാണെന്ന്. കുറെ നേരം കഴിഞ്ഞ് ഓടിച്ചെല്ലുമ്പോ അവരെല്ലാവരും കാണുന്നത് നല്ല വെളുവെളുത്ത മുഖമുള്ള കട്ടിമീശയുള്ള ഉപ്പ എന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ഉമ്മ പറഞ്ഞ ഉപ്പയെ കാണാൻ പോകുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ഒരു കരിക്കട്ട മാത്രമാണ്. ഈ ജീവിതം വല്ലാതെ ക്ഷണികമാണ് സഹോദരാ, ഈ ദുനിയാവ് വല്ലാത്ത ക്ഷണികമാണ്. എല്ലാ കൊട്ടാരങ്ങളും കെട്ടിപ്പൊക്കുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഈ യാത്ര, നാം തുടങ്ങിയ ഈ ജീവിതയാത്ര ഏറ്റവും ക്ഷണികമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. പാന്തർപെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, എവിടെയോ ഒരുമിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം രാത്രിയിലെ വിട പറയുന്ന രണ്ട് അന്വേഷകരെ പോലെ, രണ്ട് സഞ്ചാരികളെ പോലെയാണ് ലോകം. അവിടെയാണല്ലോ പറയുന്നത്, ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ, ഈ ദുനിയാവിന് വേണ്ടി അവസാനിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ശരീരം എനിക്ക് തന്നുകൂടെ, ഞാൻ നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. അതുകൊണ്ടാണ് മണിയറയിൽ കിടന്ന സഹാബി പോലും ഓടിപ്പോയത്. അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മണിയറയിലെ സഹാബി പോലും മണിയറയുടെ പട്ടുമെത്തയോട് വിരസത പറഞ്ഞത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കുടൽമാലകൾ പിച്ച് ചീന്തപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുക്കുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വികലാംഗനായ ഒരു സഹാബി കടന്നു വരുന്നു. രണ്ട് കാല് കൊണ്ട് കഴിയാത്തവൻ, രണ്ട് കാല് കൊണ്ട് കഴിയാത്തവൻ, രണ്ട് കൈ കൊണ്ട് കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്യുന്ന കാലത്തെ കുറിച്ചല്ല. രണ്ട് കാലുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കാലം ചെയ്യുന്ന കഥ നിങ്ങളെ കേൾക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെന്നിട്ടുണ്ട്. പട്ടാപ്പകല് സഞ്ചരിച്ചു പോകുന്ന റെയിൽവേ കമ്പാർട്ടിൽ സ്വീകരിച്ച് നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന് റെയിൽവേ കമ്പാർട്ട്മെന്റിന് പട്ടാപ്പകല് വെളിച്ചത്തിന് കടന്നു പിടിച്ച് അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ മാനഭംഗം ചെയ്ത് ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞത് ഒന്നര കയ്യന്റെ കാലം. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്തു. പട്ടാപ്പകൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ റെയിൽവേ ട്രാക്കിൽ പീഡിപ്പിച്ച് വലിച്ചെറിഞ്ഞു. ആ ശപിക്കപ്പെട്ട ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ആ ലോകമാണ് നടക്കുന്നത്, ആ ലോകമാണ് നടക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ലോകം. ഞാൻ പറയുന്നത് വേറൊരു ചരിത്രമാണ്. കടികാരത്തിന്റെ സൂചി
പുറകോട്ട് നടക്കട്ടെ. 2 കാല് കൊണ്ട് നേടാത്തത് 1.5 കാലം നേടിയ ചരിത്രം. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് തളർച്ച ബാധിച്ച കാലും പിടിച്ചുകൊണ്ട് ഏങ്ങി വരുന്നൊരു സഹാബി അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, എനിക്കും യുദ്ധത്തിന് വരണം, എനിക്കും യുദ്ധപ്പറമ്പിൽ ശഹീദാകണം, എനിക്കും സ്വർഗത്തിലേക്ക് പോകണം. അംറേ, വേണ്ട വേണ്ട, നിന്റെ ഒരു കാല് സ്വാധീനമില്ലാത്ത കാലല്ലേ, ഒരു കാലിന് നിനക്ക് തളർച്ച ബാധിച്ചതല്ലേ, പറയല്ല നബിയേ, പറയല്ല നബിയേ. എല്ലാവരും 2 കാല് വെച്ച് സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോ ഈ അംറു ബിനുൽ ജമൂഹ് 1.5 കാലും വെച്ച് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രാഞ്ചിയെങ്കിലും നടന്നു പോകണ്ട നബിയേ, നടന്നു പോകണ്ട നബിയേ. എല്ലാവരും 2 കാലിലോടുമ്പോ 1.5 കാലൻ ഓട്ടത്തിന് പുറകിലാകും. മത്സരം ഇവിടെയാണ് വേണ്ടത്, നരകത്തിന്റെ വടിയിലേക്ക് സഞ്ചരിക്കാനല്ല. നബിയെ, 1.5 കാലില് ഏന്തിയെങ്കിലും എനിക്ക് പോകണ്ട നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട അംറേ, ലൈസ അലൽ അഅമാ ഹറജും വലാ അലൽ അഅറജി ഹറജ് വലാ അലൽ മരീദി ഹറജ്. രോഗിക്കും വികലാംഗനും യുദ്ധത്തിന് പങ്കെടുക്കണമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാറി നിൽക്കാം. പക്ഷേ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് പടച്ചട്ടയണഞ്ഞ് യുദ്ധപ്പറമ്പിൽ പോയി. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. മയ്യത്തെടുത്ത് അംറു റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് കുതിരപ്പുറത്ത് കയറ്റുമ്പോ കുതിര അനങ്ങുന്നില്ല, കുതിര അനങ്ങുന്നില്ല. ആ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നബിയെ, അനങ്ങില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വികലാംഗനായ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, എന്റെ ഈ ശരീരം ജീവനോടെ എന്റെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കല്ലേ അല്ലാ. നമ്മൾ നേരെ തിരിച്ചിട്ടാണ് യാത്രക്കിറങ്ങുമ്പോ ദുആ ചെയ്യും, ഇന്ന അൻസൽനാഹു 3 പ്രാവശ്യം ഓതും, തിരിച്ചെത്തിക്കണേ അല്ലാ. അവര് പറഞ്ഞു, അല്ലാഹുവേ, ജീവനോടെ തിരിച്ചു വരരുത്, എന്റെ സ്വർഗം, എന്റെ സ്വർഗം, എന്റെ സ്വർഗം. അള്ളാഹ് ചോദിക്കുന്നു, നിന്റെ ശരീരം എനിക്കുതാ, അതിന് പകരം നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം. ജന്ന, അള്ളാന്റെ സ്വർഗമല്ലേ നിനക്ക് കിട്ടുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ ഈ ശരീരം കൊടുത്തൂടെ? ഇനി നിങ്ങൾക്ക് പറ്റില്ല, ഓക്കെ ആയിക്കോട്ടെ, ഈ ശരീരം കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. എന്നാൽ ഈ ശരീരത്തിന് അംഫുസഹും എന്നതിന് വേറൊരു അർത്ഥമുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. അതൊന്ന് ചെയ്തൂടെ? എല്ലാവർക്കും പറ്റും. സ്വന്തം ശരീരത്തെ നമുക്ക് കോമിക്കാൻ ബുദ്ധിമുട്ട്, ശരി ആയിക്കോട്ടെ. ഈ ശരീരം എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട്, സ്വർഗത്തിലേക്കെത്താൻ. ഞാൻ പറഞ്ഞുതരാം, ചെയ്യുമോ? ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസറൊന്നും അല്ല, എന്നോട് നിങ്ങളോടുമാണ്. അള്ളാഹു ബോധം നമുക്ക് നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. അംഫുസഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്തോ ശംനാഥ്, നിർത്താൻ സമയമായോ? ശംനാഥ് സംഘാടകരൊരു നെടുന്തൂണാണ് ഈ 2-3 പേര്. അല്ല, നീ ഇങ്ങനെ നെഞ്ചും പിരിച്ചു വന്നപ്പോൾ എനിക്കൊരു പേടി, വള്ളക്കട വല്ലേ സ്ഥലം, അങ്ങനെ പലരും പേടി. പക്ഷെ വള്ളക്കട വന്ന നല്ല ഒരു വട്ടം ജനങ്ങൾ, സ്നേഹമുള്ള ഒരു ജനങ്ങൾ, അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ പാകമുള്ളൊരു ജനത കഴിയും, എല്ലാം കഴിയുന്നൊരു ജനത. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവാം, അത് ലോകത്തില്ലാത്ത എവിടെയുള്ള. അള്ളാന്റെ റസൂല് ജീവിച്ച മക്കയിലല്ലേ അബൂജഹലും ജീവിച്ചത്? അള്ളാന്റെ റസൂല് ജനിച്ച മക്കയിലല്ലേ അബൂജഹലും ജനിച്ചത്? എല്ലാവരും ഒരേപോലെ ആവോ? ഒരിടത്ത് നബിതങ്ങളുണ്ട്, മറുഭാഗത്ത് അബൂജഹലുണ്ടാവും. അത് മക്കയുടെ ചരിത്രം അതല്ലേ. പിന്നെന്തിനാ നമ്മളൊരു നാടിന് അവിടെ 4 നൊട്ടോറിയസ് ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവിടെ പോക്കാന്ന് നമ്മൾ വിലയിരുത്തുന്ന എന്തിനാ? ആ നാട് നന്മയുടെ നാടാണ്. അള്ളാഹു ഏറ്റവും നല്ല നന്മ വിളയിക്കുന്നത് അങ്ങനത്തെ നാട്ടിലാണ്. അവിടെ വേണം വഅദ് പറയാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ വഅദ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ഈ വഅദ് അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ആക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്, അങ്ങനെ ആക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.